പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ, ഏകസ്ഥരായി താമസിക്കുന്നവരെ, ഒരു അഭിപ്രായമോ ഒരു തീരുമാനം എടുക്കാൻ അഭിപ്രായം ഇല്ലാത്തവരെ, അഭിപ്രായം പറയാനില്ലാത്തവരെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങൾ അങ്ങയുടെ തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അവരുടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ആവശ്യതകൾ, മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ, ഹൃദയഭാരം പേറുന്നവരെ, അതിൻ്റെ പേരിൽ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുട്ടുകൊഴിഞ്ഞു പോകുന്നവർ, രോഗം മൂർച്ഛിക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ മൂർധാവ് തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. കർത്താവ് ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഉദ്യമങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സംരംഭങ്ങളെ, സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോട് സംസാരിക്കുന്നു? കർത്താവ് എതിരെ വരുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്ക് എതിരെ ഉന്നയിക്കുന്ന, നമ്മുടെ ആരുമായിട്ട് സംസാരിക്കുന്നുവോ അവർ നമ്മുടെ ലക്ഷ്യങ്ങളെ തകർക്കുന്ന അവരുടെ സംസാര രീതികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവ്, നീ ഒരു ഒരു ന്യായാധിപ സംഘത്തിൽ എത്തുമ്പോഴേ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട, നീ പറയേണ്ട എന്തെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന കർത്താവേ, കൃത്യമായ സമയത്ത് കൃത്യമായ വാക്കുകൾ കിട്ടി കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാനും വിശുദ്ധീകരിക്കാനും അവരുടെ മക്കൾക്ക് വിവേചനത്തിൻ്റെ, വിശുദ്ധീകരണത്തിൻ്റെ ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, നോക്കുന്നവരെ കർത്താവരുടെ മനസ്സിന് ഭാരമില്ലാതെ ലളിതമായി അവർ സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങൾ നടത്തുന്നവരും ജീവിത മാർഗത്തിന് വേണ്ടി അലയുന്നവരുടെ മേലാണ് അധ്വാനങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഈ ഡേറ്റിന് വേണ്ടി കാത്തിരുന്നവരുണ്ട്, പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേക്കട്ടെ മേക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിപ്പോകുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുന്ന കുടുംബങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ചുറ്റപ്പട്ടകൾ നടക്കുന്നവരെയും അത് ഇന്നത്തെ ദിവസം പ്രത്യേകമായ കോലാഹലം ഉണ്ടാകുമെന്ന് ആദ്യ കൊള്ളുന്നവരെ, അവരുടെ കോലാഹലം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാനം അവകാശമാകുകയും ഓഹരിയാകുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വീശ്വരൻ എന്നേക്കും ആമേൻ. നമ്മളിന്ന് കാണുന്നത് ഉടമ്പടിക്ക് ആവശ്യമായ ഒരു നിലപാടാണ് കവനൻ്റൽ വിജിലൻസ്, ഉടമ്പടി ജാഗ്രത. കവനൻ്റൽ വിജിലൻസിൽ 2 ജാഗ്രത വേണം. ഒന്ന്, നമ്മളെക്കുറിച്ചൊരു ജാഗ്രത വേണം. എന്താ? ആർ വി ആക്ച്വലി ഇൻ കവനന്റ്? നമ്മൾ യഥാർത്ഥത്തിൽ കവനന്റിലാണോ? കവനന്റൽ ലൈഫാണോ, ഉടമ്പടി ജീവിതമാണോ നയിക്കേണ്ടത് എന്നാണ് ആത്മശോധന ചെയ്യേണ്ടത്. രണ്ടാമത്തത്, വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ്. ഉടമ്പടിക്ക് വില്ലൻസ് ഉണ്ടാകുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ? അപ്പം മോസസിൻ്റെ ജീവിതത്തിൽ ഉടമ്പടി വില്ലൻസ് ആരാണ്? മോസസിൻ്റെ ജീവിതത്തിൽ അഹ്റോനുണ്ട്. പിന്നെ എന്താണ്? മോസസിന് ഭയങ്കര വില്ലന്മാരായിരുന്നു ജനങ്ങളാണ്. ജനങ്ങളുടെ മെറിബായിലില്ലേ, മാസായത് ഡെസേർട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അവരെ വില്ലത്തരം കാണിച്ചാൽ അവരവിടെ മർദ്ദലിച്ചു. സങ്കീർത്തനം 106:32. മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. മോശയ്ക്കും ദോഷമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് മോശയുടെ എവിടെ ഉടമ്പടിയിൽ ലാഗിങ് വരാൻ കാര്യം ജനങ്ങളെ, ആ ഉടമ്പടി പാലിക്കേണ്ട ആൾക്കാർ ദൈവത്തോട് മറുതലിച്ച് ഹൃദയം കഠിനമാക്കുകയും ചെയ്ത് വില്ലത്തരം കാണിച്ച് നടത്താം. അപ്പം അത് മോശയ്ക്ക് ദോഷമുണ്ടായി. എപ്പോഴും നമുക്ക് വിജിലൻസ് വേണം, കവനൻ്റൽ വിജിലൻസ് വേണം. എന്തിനെക്കുറിച്ച് വിജിലൻസ് ഉണ്ടാകേണ്ടത്? ഒന്ന്,
നമ്മൾ ഉടമ്പടി ജീവിതത്തിലാണോ? സെൽഫ് വിജിലൻസ്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ഈ വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ്, ഉടമ്പടിയിലെ വില്ലന്മാരെ കുറിച്ച്. അതായത് നമ്മൾ ജനങ്ങളോട് ആ വചനത്തോട് മറുതലിപ്പ് കാണിക്കുന്നുണ്ടോ? മറുതലിപ്പ്, മാറ്റിവെക്കുക, ചെയ്യാണ്ടിരിക്കുക. ഇപ്പം ചിലരൊക്കെ വരുമ്പോൾ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ ആരാ പ്രേക്ഷിത വേല ചെയ്തത്? അത് അമ്മയാണ് എന്ന് പറയും. അപ്പം ഇവരെ മറുതലിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ നിനക്കെന്തായിരുന്നു പരിപാടി? എനിക്ക് പഠിക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പം പിന്നെ പറഞ്ഞു നിനക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ല. അപ്പം മറുതലിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചതാണ്. അമ്മയെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നിങ്ങളവർക്ക് അത് ഞാൻ എൻ്റെ അമ്മ എൻ്റെ ഒരു കാര്യമില്ല. ദൈവത്തിരുസ്ഥന് അങ്ങനെയില്ല. നിനക്കാണ് വ്യക്തിക്കാണ് പ്രാധാന്യം. അപ്പം അതുകൊണ്ട് വ്യക്തി ഏൽപ്പിച്ച ഉടമ്പടി ആ വ്യക്തി തന്നെയാണ് ചെയ്യേണ്ടത്. മറുതലിക്കരുത്. മറുതലിച്ചത് ലാഗാവും. ഇന്നത്തെ മറുതലിക്കാതെ നമ്മൾ ചെയ്യുമ്പോഴും വെക്കേണ്ടത് ഇത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല ദൈവസ്നേഹത്തോടെ ചെയ്യണം. നിനക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വചനം വായിക്കുമ്പോൾ അറിയാൻ പറ്റും. വചനം വായിക്കുന്നവർക്ക് ചിലർക്ക് ഈ പനിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മടുപ്പല്ലേ? നീ എന്ത് ഒരു ഉരുളച്ചോറും വെച്ചുകൊണ്ടിരിക്കാന്നുകൊണ്ട് കുറേ നേരം ആയല്ലടാ, എനിക്ക് മടുപ്പാണെന്നൊക്കെ പറയുന്നത്. അതാണ് സംഭവം. അപ്പോൾ വചനം വായിക്കാൻ പറ്റണില്ല. അതിൻ്റെ അർത്ഥം വചനത്തേക്കാൾ പ്രാധാന്യമുള്ളതായിട്ട് നീ വേറെ സംഭവത്തിനും വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം കൊണ്ടാണ് ഇതുപോലെ ലാഗിങ് വരണത്. അപ്പം ഉടമ്പടി വില്ലന്മാരുണ്ട്. ഒന്ന്, നമ്മൾ തന്നെ ഉടമ്പടിയിലാണോ എന്ന് നോക്കണം. രണ്ടാമത്തത് വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉടമ്പടിയെ ഇങ്ങനെ സാവധാനത്തെ ആക്കി കളയുന്നത് മറുതലിപ്പ് മൂലമാണ്. അതായത് നിബന്ധനകളോടും നിർദ്ദേശങ്ങളോടുള്ള മറുതലിപ്പ്. അപ്പം ഇത് ഉണ്ടാകുന്നത് നോക്കണം. എന്നിട്ട് അത് കറക്റ്റ് ചെയ്താൽ മതി. മനസ്സാപ്പറഞ്ഞ് ചൊല്ലി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. പ്രൈസ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.